ആപ്കി അദാലത്തിൽ ഉസ്താദ് ഹംസത്ത് അലി ഖാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം മ്യൂസിക് മാഫിയ നടത്തുന്നു എന്നുള്ളതാണ്. ഹൻസാർ, ഈ കുറ്റാരോപണം പല വർഷങ്ങൾക്ക് മുൻപ് വന്നതാണ്. പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് ഗ്രാമി അവാർഡ് വിന്നറാണ്. അദ്ദേഹമാണ് ഈ കുറ്റം ആരോപിച്ചത്. ഹംസത്ത് അലി ഖാൻ സാർ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മ്യൂസിക് മാഫിയ നടത്തുന്നു. അതായത് അദ്ദേഹം വന്ന് പണ്ഡിറ്റ് രവിശങ്കറിന്റെ ശിഷ്യനാണ്. ആൻഡ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയതായിരുന്നു. മാഷാ അല്ലാ, അദ്ദേഹം നല്ല വിദഗ്ധനും കഴിവുള്ളവനുമാണ്. പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ബുദ്ധിയില്ലായ്മയാണ് കാരണം സംഗീതത്തിൽ ഏത് ഗ്യാങ് ആണെങ്കിലും കുറേ കാലം നിലനിൽക്കില്ല. പക്ഷേ ആരുടെ ജീവിതത്തിൽ സംഗീതമില്ലയോ അവർക്ക് വളരെ വിജയകരമായി ഈ മാഫിയ ഗ്യാങ് കൊണ്ടു നടത്താൻ പറ്റും. പക്ഷേ താങ്കൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പണ്ഡിറ്റ് രവിശങ്കറിന്റെ ശിഷ്യനാണെന്ന്. അല്ല, അദ്ദേഹം ഒരു വലിയ സംഗീതജ്ഞന്റെ ശിഷ്യനാണ്. ഞാൻ കരുതി ഗ്യാങ് രവിശങ്കറാണ് നടത്തുന്നതെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് പണ്ഡിറ്റ് രവിശങ്കർജി അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹം അങ്ങനെയുള്ള വാക്കുകളൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം എന്നെ മാത്രമല്ല മറ്റുള്ള മ്യൂസീഷ്യൻസിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഫീൽഡിൽ ഈ രാഗത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അങ്ങനെ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. പക്ഷേ പണ്ഡിറ്റ് രവിശങ്കർ താങ്കളുടെ മേലും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. 19 വർഷമായിട്ട് താങ്കളോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അടുത്തുള്ള ഒരു കച്ചേരിക്കും അദ്ദേഹം വന്നിരുന്നു. ഷെറി ഫോർട്ട് ഹാളിലേക്ക് ഞങ്ങൾ MS സുബലക്ഷ്മി അവർക്ക് അഞ്ജലി അർപ്പിച്ചതായി. മുഴുവൻ പ്രോഗ്രാമും കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഐ വാസ് റിയലി ഓണേഡ്. 3 മണിക്കൂർ അവിടെ ഇരുന്ന് കേട്ടു. പിന്നെ അകത്ത് വന്ന് എന്നെ കണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ദേഷ്യമൊക്കെ പോയോ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊന്നും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. മാത്രമല്ല പണ്ഡിറ്റ്ജി അദ്ദേഹത്തിന്റെ ശിഷ്യന് പറഞ്ഞു മനസ്സിലാക്കി എന്നാണ് തോന്നുന്നത്. ഭാവിയിൽ എന്ത് സംസാരിക്കുകയാണെങ്കിലും സൂക്ഷിച്ചു വേണമെന്നത്. താങ്കളും താങ്കളുടെ സ്വരമൊക്കെ മാറ്റി ടൈം മാഗസിനിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാ രവിശങ്കർ സാറിന്റെ മകൾ അനുഷ്ക, ഷീ ഈസ് ദ മ്യൂസീഷ്യൻ ഓഫ് ദി ഫ്യൂച്ചർ എന്ന്. രാജ്യത്തിന്റെ ഭാവി തന്നെ അവരാണെന്ന്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ നല്ല ടാലന്റഡ് ആണ്. അനുഷ്ക മാത്രമല്ല, അതുപോലെ പല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുമുണ്ട്. പണ്ഡിറ്റ് ശിവകുമാർജി ശർമ്മ അവരുടെ മകൻ രാഹുൽ ശർമ്മയുണ്ട്, കൗശിക് ഉണ്ട്, ചക്രവർത്തി മീത പണ്ഡിറ്റ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഇങ്ങനെയുള്ള അയാൻ അമാനുണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താണ്, ആരാണ് മുന്നേറുക എന്ന് ദൈവത്തിനെ അറിയൂ. പക്ഷേ മാഗസീനിൽ അവർ ഇങ്ങനെയൊക്കെ എഴുതി. അതായത് ഞാൻ പറഞ്ഞതായും, അതായത് അനുഷ്ക ശങ്കർ ഫ്യൂച്ചർ ഓഫ് ദ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന്. എനിക്ക് ഇങ്ങനെ അമാനയെക്കുറിച്ച് പോലും പറയാൻ പറ്റില്ല. താങ്കൾ പറയുന്നത് വെച്ച് കേൾക്കുമ്പോൾ അനുഷ്ക ശങ്കറിന് ഒരു ഫീച്ചറും ഇല്ലേ? അല്ല, അവർ നല്ല ടാലന്റഡ് ആണ്. അതായത് ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതുപോലെ 10-12 സിത്താർ വായിക്കുന്നവരുണ്ട്. അവരെല്ലാവരും വളരെ ടാലന്റഡ് ആണ്. ദൈവാനുഗ്രഹം കൊണ്ട് അവരൊക്കെ ലക്ഷ്യത്തിലെത്തണം. ആൻഡ് അനുഷ്ക അവരിൽ ഒരാളാണ്. മറ്റൊരു ഉസ്താദിനും താങ്കളോട് വലിയ ദേഷ്യമൊക്കെ ഉണ്ട്, ഉസ്താദ് ബിസ്മില്ല ഖാൻ സാറിന്. ഇത് ഡിസംബർ 23, 2004 സംഭവമാണ്. അതെ, കൊൽക്കത്ത നൈറ്റ്. അതെ. താങ്കൾ എല്ലാവരുടെ മുന്നിൽ വെച്ചും ബിസ്മില്ല ഖാൻ സാറിനെ സിനയിൽ നിന്ന് വിളിച്ചു, ഭ്രാന്തൻ എന്ന് വിളിച്ചു. പിന്നെ താങ്കൾ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞു ഇദ്ദേഹം ഒരു അറഗണ്ടാണ്, ഫെനാറ്റിക് ആണെന്നും പറഞ്ഞു. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉസ്താദ് ബിസ്മില്ല ഖാൻ അദ്ദേഹം ഒരു വലിയ കലാകാരനാണ്. വീണ്ടും ഈ ലോകത്തേക്ക് വരില്ല. അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ സങ്കടം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങൾ കൽക്കറ്റയിൽ റിഹേഴ്സൽ ചെയ്തതിനെതിരായി ഖാൻ സാബ് സ്റ്റേജിൽ വേറെ പോലെ സ്റ്റാർട്ട് ചെയ്തു. റിഹേഴ്സലിൽ പ്രാക്ടീസ് ചെയ്തത് അദ്ദേഹം അവിടെ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ മൂഡ് ഒരുപക്ഷെ മാറിപ്പോയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആ പീസ് ഞാൻ വായിച്ചു. പക്ഷെ അദ്ദേഹം വേറെ പീസാണ് വായിച്ചിരുന്നത്. അത് ഞാൻ റിഹേഴ്സൽ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അത് എനിക്ക് വല്ലാതെ വിഷമമുണ്ടാക്കിയ കാര്യമായിരുന്നു. അതിനുശേഷം ഖാൻ സാബ് ഓഡിയൻസിനോട് എന്തോ പറഞ്ഞു. പിന്നെ മൈക്ക് ഫിക്സ് ചെയ്യുന്നവരോട്, ആ സൗണ്ട് സിസ്റ്റം റെഡിയാക്കുന്നവരെ വളരെ അപമാനിച്ചു കളഞ്ഞു. കാരണം മൊത്തം സ്റ്റേജും ഒരു വ്യത്യസ്ത അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഞാനൊന്നും മിണ്ടിയില്ല.
അവിടെ ഖാൻ സാബാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇടക്കിടക്ക് മൈക്കിനെ കുറ്റം പറഞ്ഞു, ലൈറ്റ്സിനെ കുറ്റം പറഞ്ഞു, ജനങ്ങളെ കുറ്റം പറഞ്ഞു. ആ സിറ്റുവേഷൻ അങ്ങനെ മാറിപ്പോയി. പക്ഷേ അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വിഷ് ചെയ്തു. ന്യൂ ഇയർ ആ ഞാൻ സമയത്ത് തന്നെ അദ്ദേഹത്തെ വിഷ് താങ്കൾ ചെയ്തു. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇത് വെച്ച് അദ്ദേഹം ബനാറസിലെ ഏത് സ്ട്രീറ്റിലുള്ള ആളാണെന്ന് മനസ്സിലായിരുന്നു. ഇല്ല, ആ, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു. ആവശ്യമില്ലാത്ത ഒരു സംഭവം അവിടെ നടന്നു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു കലാകാരൻ ജനിക്കില്ല. അദ്ദേഹത്തിനോട് താങ്കൾക്ക് ബഹുമാനമുണ്ട്, അദ്ദേഹത്തെ ഭക്തിയോടാണ് കാണുന്നത്. ആ അദ്ദേഹത്തെ താങ്കൾ സ്നൈലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതെ. താങ്കൾ മതിക്കാത്ത ആളുകളെ താങ്കൾ എന്തായിരിക്കും വിളിക്കുക? അത് പരിതസ്ഥിതി അങ്ങനെ സംഭവിച്ചു. ആൻഡ് ജനങ്ങളും ഒരുപാട് സങ്കടപ്പെട്ടു. ജനങ്ങൾ എക്സ്പെക്റ്റേഷനോടെ വന്ന് അതൊരു സോൾഡ് ഔട്ട് ഷോ ആയിരുന്നു. ഏകദേശം 3500 പേരവിടെ വന്നിരുന്നു. അവർ പ്രതീക്ഷിച്ചത് അവർക്ക് കിട്ടിയില്ല. പക്ഷേ എന്താണ് കാരണം? താങ്കളോട് ദേഷ്യപ്പെട്ട് കുറച്ചു നാളിന് ശേഷം പറയൂ. അദ്ദേഹം വിലായത് ഖാൻ സാറിനൊപ്പം പോയിരുന്നു. അതെ, ആ ഹാളിൽ അദ്ദേഹം 3 മണിക്കൂറാണ് കോൺസെപ്റ്റ് ചെയ്തത്. ബിസ്മില്ലാ ഖാൻ അതെ, സാർ. അതെ. അവരുടെ രണ്ടുപേരുടെയും പാർട്ണർഷിപ്പ് നന്നായിരുന്നു. ഒരുപക്ഷെ അവർക്ക് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കൊപ്പം അങ്ങനെ നിങ്ങൾക്ക് ആയിരുന്നില്ല. രണ്ടുപേർക്കുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്താണ്? അല്ല, ആദ്യം അത് എന്തോ പറയൂ. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയി. അതായത് ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു. അതായത് 30 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരു പാട്നയിലേക്ക് വിളിച്ചു കോൺസെർട്ട് ചെയ്യാനായി. അവിടെ പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ റിഹേഴ്സൽസും ചെയ്ത് കഴിഞ്ഞു. അന്ന് രാത്രിയാണെങ്കിൽ നല്ല കൊടുങ്കാറ്റും മഴയൊക്കെ വന്ന് ടെന്റ് കാറ്റിലടിച്ചു പോയി. അപ്പോൾ ബിസ്മില്ലാ ഖാൻ സാർ ബനാറസിലേക്ക് പോയി, ഞങ്ങൾ ഡൽഹിയിലേക്ക് പിന്നെ വന്നു. താങ്കൾ ഈ കാര്യം കൂടി പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് ലഭിച്ച ഭാരതരത്ന അവാർഡിന് അദ്ദേഹം യാതൊരു യോഗ്യനുമല്ലെന്ന്. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ആ സമയത്ത്, ആ സെക്കൻഡിൽ, ആ സമയത്ത് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കെന്നെ ശരിക്കും ഓർമ്മയില്ല. പക്ഷെ സത്യത്തിൽ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈയിടെയായി ഒരുപാട് പേര് ചെയ്യുന്നത് പോലെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കും അതിൻ്റെ കൂടെ തന്നെ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക്കും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് ഫ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നു. അതിന് ഞാൻ ചില സമയത്ത് മ്യൂസിക്കൽ ഫ്ലേർട്ടേഷൻ എന്ന് വിളിക്കും. നന്നായിട്ടുണ്ട്. പലർക്കും അവസരങ്ങൾ ലഭിക്കുന്നു, ജനങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ലഭിക്കുന്നു. പിന്നെ ഇപ്പോൾ ജനങ്ങളെ അപേക്ഷിച്ച് അവർക്ക് പേഷ്യൻസ് ഇല്ല. അതായത് ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ആലാപനം കേൾക്കാൻ, അല്ലെങ്കിൽ ഫ്ലോ ആയ മ്യൂസിക് കേൾക്കാൻ ആർക്കാണോ സമയമില്ലാത്തത് അവർ ഫ്യൂഷൻ കേൾക്കും. ആർക്ക് സമയമുണ്ടോ അവർ സരോദ് കേൾക്കാം, സിത്താർ കേൾക്കാം, പാട്ടും കേൾക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ യുവാക്കൾക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനോടുള്ള ഇൻട്രസ്റ്റ് കുറയുകയാണ്. റീമിക്സ് കാലമായി ഇംഗ്ലീഷ് മ്യൂസിക്കിനെ ഒരുപാട് പേര് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൾച്ചർ വിട്ട് ചെറുതായി നമ്മൾ പുറത്തു പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ശാസ്ത്രീയ സംഗീതത്തിന് പണ്ടത്തെ പോലെ അംഗീകാരം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാർ? എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നല്ല കാണികളാണെങ്കിൽ അവരെല്ലാ മ്യൂസിക്കും കേൾക്കും. ഞാനൊരു പ്രീസ്റ്റ് ഒന്നുമല്ല. അതായത് ലോകം മുഴുവനും എപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കണം എന്ന് പറയാൻ അത് വളരെ അൺനാച്ചുറലാണ്. എന്നോട് ചോദിച്ചാൽ ഫോക്ക് മ്യൂസിക്കും കേൾക്കണം, ഫിലിം മ്യൂസിക്കും കേൾക്കണം, ഫോക്ക് മ്യൂസിക് ആസ്വദിക്കണം, അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്കും ആസ്വദിക്കണം. ഇങ്ങനെയുള്ള എല്ലാ മ്യൂസിക്കും കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തലച്ചോറിനും നിങ്ങളുടെ ശരീരത്തിനും ഒരു നല്ല ഫ്രഷ്നെസ് കിട്ടും. പക്ഷേ ഈ ശബ്ദം കൂടുതലുള്ള മ്യൂസിക്കിൽ നിന്നും ഒന്ന് മാറി നിൽക്കണം. കാരണം ഈ ശബ്ദത്തിലുള്ള മ്യൂസിക്, ആ നോയ്സ് പൊല്യൂഷൻ തന്നെ അപകടകരമാണ്. ഖാൻ സാർ, ഇപ്പോ MTV ജനറേഷന്റെ കാലമാണ്. ജനങ്ങൾ ഖാട്ടാ ലഗ പോലുള്ള പാട്ടുകളാണ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നു. ആൻഡ് അതോടൊപ്പം നമ്മുടെ പല ചാനലുകളിലും അവരുടെ ഈ സിഗ്നേച്ചർ ട്യൂൺ പ്ലേ ആകുമ്പോൾ ഇത് ഇന്ത്യയാണോ അല്ല വേറെ വല്ല രാജ്യമാണോ അല്ല വേറെ വല്ല പ്ലാനറ്റാണോ എന്ന് തന്നെ അറിയുന്നില്ല. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ചാനലുകളാകട്ടെ റേഡിയോ ആകട്ടെ, അതിൻ്റെ സിഗ്നേച്ചർ ട്യൂൺ കേട്ടതും ഇന്ത്യയാണ് എന്നുള്ളത് അറിയണം.